ദേ ഇതും കൂടി അലക്കിക്കോട്ടാ. ദേ ഇത് ഇതിപ്പോ അലക്കണ്ടായിരുന്നമ്മേ, 2 ദിവസം മുന്നേ അലക്കിയതായിരുന്നത്. ആഹാ, എന്റെ കുടുംബത്തിൽ എന്തലക്കണം എന്തലക്കണ്ടാന്ന് തീരുമാനിക്കണത് നീയാണപ്പാ. അതല്ലമ്മേ, അധികം മുഷിഞ്ഞിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്. അത് നീ അന്വേഷിക്കണ്ട, അലക്കാൻ പറഞ്ഞ അലക്കിയാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട കേട്ടാ. അയ്യോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അധികം കടുകൊന്നും കറിയിൽ ഇടണ്ടെന്ന്. എനിക്ക് കടുക് അങ്ങോട്ട് കടിച്ചു കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ അങ്ങോട്ട് കയറിയിട്ട് പിന്നെ പറ്റൂല. ഞാൻ അധികം ഇട്ടില്ലമ്മേ, കുറച്ചേശം ഇട്ടുള്ളൂ. അതാണ് കുറച്ച്. എനിക്ക് ആ ചോറ് അങ്ങനെ പടിയ കറി ഒഴിച്ചാൽ ചോറ് കുഴച്ചിട്ട് നിന്റെ മോന്തക്കലോട്ട് എടുത്ത് അറിയാൻ മേലണ്ടല്ല കൊച്ചുപിടി ഇരിക്കണ്. അതുകൊണ്ട് കടുക് അങ്ങോട്ട് എടുത്ത് വാരി അങ്ങോട്ട് പൊത്തി ഇടും അവള്. എന്ത് വെച്ചമ്മേ? ഒന്നുമില്ല മോനെ, മോൻ കഴിച്ചോ? മഹാറാണിക്ക് കിടപ്പായ? ഇല്ലമ്മേ, ചുമ്മാ കിടന്നാണൊന്ന്. വൈകിട്ടേ ചക്കപ്പുഴുക്കുണ്ടാക്ക്, ചക്ക വെട്ടിയതിരിക്കണ്ടല്ല. ആ ഉണ്ട്. ആ എന്നാ പിന്നെ അത് ഉണ്ടാക്കിയാ മതി. എനിക്ക് ഷുഗർ ഉള്ളോണ്ടേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 2 നേരം ചോറ് കഴിക്കണ്ടെന്ന്. അപ്പൊ ഇനി തുടങ്ങി വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. ഇനി മുതൽ അങ്ങനെ മതി. ആ ഉണ്ടാക്കണത് എല്ലാരും കഴിച്ചാ മതി. നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും. ഒരു 7 മണി 7:30 ആവുമ്മ. അപ്പൊ ഈ പോകണ നേരത്തൊന്നും അവിടെ ഒന്നും വന്ന് നീ നിന്നേക്കരുത്. നിന്നെ കണ്ടിറങ്ങിയാലേ നല്ലതല്ലെന്ന് നിനക്ക് തന്നെ അറിയാലടി. എന്നെ കണ്ടിറങ്ങിയാ നല്ലതാന്നാ എൻ്റെ അച്ഛൻ പറയണത്. അതവിടെ, ഇവിടെ നിന്നെ കണ്ടിറങ്ങിയ ദുശകുനമാണ്. ദുബായിക്ക് പോവാനായിട്ട് മോൻ ഇവിടെ നിന്ന് ഇറങ്ങി, നിന്നെയും കണ്ടുകൊണ്ട് ഇറങ്ങി. പകുതി എത്തിയപ്പോഴല്ലേ പാസ്പോർട്ട് എടുക്കാൻ മറന്നുപോയത്. അയ്യോ, ചേട്ടൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നത് എൻ്റെ കുറ്റമാണ് അമ്മേ. അതെ, നിന്റെ കുറ്റം തന്നെയാണ്. നീ എടുത്ത് കൈ കൊടുക്കണമായിരുന്നു. ഞാൻ കയ്യിലെടുത്ത് കൊടുത്താണമ്മേ. ഇറങ്ങാൻ നേരത്ത് വീണ്ടും ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെ ഷെൽഫിൽ വെച്ച്, അങ്ങനെയാ മറന്നുപോയത്. എന്തൊക്കെയായാലേ നിന്നെ കണ്ടിറങ്ങിയിട്ട് വന്നതാണത്. ശരി, സമ്മതിക്കണം, അതാണ് സത്യം. ഓ, എന്താണ് അമ്മേ? അമ്മേനെ എപ്പോഴും അച്ഛമ്മ ചീത്ത പറയണ? അച്ഛമ്മ അങ്ങനെയാണ് മോനെ, എന്ത് പറയാൻ, എൻ്റെ വിധി ഇങ്ങനെയായി പോയി. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ, ആരാണ്? ഇത് സുനിതയുടെ വീടല്ലേ? അല്ലല്ലോ, ഇത് സുഭാഷിണിയുടെ വീടാണ്. അപ്പോ സുനിത ഇല്ല ഇവിടെ? ആ ഉണ്ട്. അല്ല, ആരാണ് മോള്? ഞാൻ സുനിതയുടെ ഒപ്പം പഠിച്ചതാണ്. ഇവിടെ അടുത്താണ് എന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നേക്കണേ. ഞങ്ങളിവിടെ ഇല്ല, ദുബായിലാണ് സെറ്റിൽഡ്. ലീവിന് വന്നപ്പോൾ അവളെ കാണാൻ വന്നതാ. ആഹാ, ദുബായിലാ? എന്നാ കേറി വാ. സുനിതേ, ദേ നിന്റെ കൂട്ടുകാരി വന്നേക്കണ്. ഇരിക്കട്ട മോള്. കൂട്ടുകാരിയാ? ആ നീയാ? നിനക്ക് ഈ വീട് അറിയായിരുന്നാ? ഈ ഭാഗത്താണ് നിന്റെ വീടെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് വന്നു ആ വളവിലെത്തിയപ്പോൾ. ഞാൻ ചേട്ടനോട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ആരെയും കണ്ടില്ല. നിന്റെ ഫോണിൽ 2-3 പ്രാവശ്യം വിളിക്കുകയും ചെയ്ത്, ഇത് എടുക്കണ്ടായിരുന്നില്ല. ഞാൻ അടുക്കളയിലായിരുന്നടി, അതായിരിക്കും ചിലപ്പോൾ വിളിച്ചപ്പോൾ കേൾക്കാഞ്ഞത്. അതിനവളുടെ കുടുംബക്കാര് വിളിച്ചാൽ മാത്രമേ അവക്ക് ഫോൺ അടിക്കണത് കേൾക്കുള്ളൂ. ഒരു ദിവസം ഞാൻ അക്ഷയ ചെന്ന് വിളിച്ച് അവൻ്റെ ആധാർ നമ്പർ ചോദിച്ചിട്ടേ വിളിച്ചു എനിക്ക് പാന്തളകി അങ്ങോട്ട്. ഞാൻ ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് പോന്നു, എന്നിട്ട് എടുത്തിട്ടാണ് പോയത്. അതുപോലെയാണ് അവള്. മോള് ദുബായിൽ എവിടെയാണ്? ഞങ്ങൾ അൽനാദയിലാണ് താമസിക്കുന്നത്. വർക്ക് ചെയ്യണത് ദുബായിൽ. ഹസ്ബൻഡും വർക്ക് ചെയ്യണത് ദുബായിൽ തന്നെ. എൻ്റെ കുടുംബക്കാരും മൊത്തം ദുബായിലാണ്. എൻ്റെ മാമനും മാമൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ, പിന്നെ എൻ്റെ സ്വന്തം ആങ്ങളെയും ഭാര്യയും പിള്ളേരും ഒക്കെ അവിടെ തന്നെയാണ്.
പെണ്ണിനെ കെട്ടിച്ചുട്ടേക്കണത് അവിടെ ദുബായിക്കാരൻ്റെ ഒപ്പമാണ്. പിന്നെ ഇപ്പം എൻ്റെ മോനും ദുബായിലാണല്ല. ചേട്ടൻ ദുബായിലല്ല, ഷാർജയിലാണ്. ആ അതെനിക്കറിയാം, നീ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞല്ല. എൻ്റെ ആങ്ങളെ അവിടെ വലിയൊരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യണത്. അവർക്ക് ഫ്ലാറ്റൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് ഫ്ലാറ്റ്. മൊത്തം പൈസ കൊടുത്ത് മേടിച്ചതാണ്. സുഭാഷ് എന്നാണ് പേര്, അറിയോ? അയ്യോ എനിക്ക് അറിയില്ല. ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമല്ലേ അമ്മേ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അറിയില്ലായിരിക്കും. എന്നാലും അറിയേണ്ടതാണല്ല. അവനവിടെ ദുബായിലൊരു ഹോട്ടലിലാണ്, എടുത്തുകൊടുപ്പാണ് ജോലി. പക്ഷെ ഭയങ്കര വലിയ ജോലിയാണ് അവിടത്തെ. മക്കളൊക്കെ അവിടെ തന്നെ പഠിച്ച് ഇപ്പം അടിപൊളിയായിട്ടൊക്കെ ജീവിക്കണ്. പിള്ളേരുടെ കല്യാണവും കഴിഞ്ഞ് അങ്ങനെ. മോള് ശരിക്കും ദുബായി തന്നെ അല്ലേ? അല്ല, ദുബായിൽ എല്ലാവർക്കും അറിയണ അവനാ. കഴിഞ്ഞ തവണ ദുബായിൽ നിന്ന് കുട്ടമ്മോൻ്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോ അവനറിയായിരുന്നു എൻ്റെ ആങ്ങള സുഭാഷിനെ. അത് മാമൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നു അവൻ താമസിക്കണത്. ഇപ്പം അങ്ങനെയാണ് അറിയണത്. എൻ്റെ സ്വന്തം ആങ്ങളെയാണ്. ആങ്ങളെ പറഞ്ഞിട്ടാണ് കുട്ടമ്മോൻ അവിടെ ജോലി കിട്ടിയത്. എനിക്ക് എൻ്റെ മോനെയും കൊണ്ടേ ദുബായിൽ ജോലിയുള്ളൊരു പെണ്ണിനെ കെട്ടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ എനിക്കും കൂടി അങ്ങോട്ട് പോവാലോ പിള്ളേരെ നോക്കാൻ. അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ പ്രായപൂർത്തിയായപ്പോഴേക്കും അവനെ അമ്മനൊന്നും വേണ്ടാണ്ടായി. അപ്പോൾ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ തന്നെ മതിയെന്ന് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് കല്യാണം നടത്തി. അതാണെങ്കിൽ ഒരു വകയില്ലാത്ത വീട്ടിൽ നിന്നാണ് കെട്ടിയതേ. അതുകൊണ്ട് കല്യാണം കഴിച്ചോടുകൂടി ഒരുപാട് അങ്ങോട്ട് കടങ്ങളങ്ങടായി. ഒരു ഗതിയും പരഗതിയില്ലാണ്ട് അവസാനം ദുബായിക്ക് തന്നെ അവൻ പോണ്ട വന്ന്. എൻ്റെ നാത്തൂൻ്റെ ആങ്ങളയുടെ മോളുടെ കല്യാണാലോചന എൻ്റെ മോന് വന്നതാണ്. അപ്പേക്കും ഈ പ്രേമക്കേസ് അവൻ്റെ തലയിൽ കയറിപ്പോയില്ലേ. ഞാൻ കുറെ എതിർത്ത്, പക്ഷെ അവൻ അതിന്നെ മതിയെന്നും പറഞ്ഞിട്ട് എന്തായിരുന്നു പുകില്. ഇപ്പൊ കല്യാണ കേസ് ഒന്നും നമ്മളായിട്ടത് വേണ്ടെന്ന് പറഞ്ഞോണ്ടേ ആങ്ങളൊക്കെ എന്നോട് പിന്നെ അങ്ങോട്ട് ഒരു നീരസായി പോയി. എന്തിനാണ് അമ്മ ഇപ്പോഴും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയണത്? എത്ര പണ്ടത്തെ കാര്യമായാലേ ഞാനൊക്കെ മരിച്ചാലും ഇത് മറക്കൂലടി. ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ടടാ, ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. മോക്ക് അവിടെ നല്ല ശമ്പളമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ആ കുഴപ്പമില്ലമ്മേ. എന്നാലും ഏകദേശം എത്ര ഉണ്ടാവും? അത് ഇന്നടി വെള്ളം. ആ വെള്ളം കൂടി. എൻ്റെ മോൻ അവിടെ 35,000 രൂപ ശമ്പളമുണ്ട്. പകുതി അവൻ്റെ കയ്യിൽ വെക്കും, പകുതി ഇങ്ങോട്ട് എൻ്റെ പേരിലേക്ക് അയക്കും. കുറേ കടങ്ങളുണ്ടേ. പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചിട്ടല്ലേ അവൻ്റെ കല്യാണത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ പോയി വീണത് പൊട്ടക്കുളത്തില്. പിന്നെ ഒന്നുമില്ലാണ്ടായി. ഇപ്പം ഇങ്ങനെ അയക്കണയിൽ നിന്ന് കുറച്ചേശ്ശെ കടം വീട്ടിക്കൊണ്ടിരിക്കുന്നു. 3-4 ലക്ഷം രൂപ കടമുണ്ടേ. ഇപ്പൊ നീ പണ്ടത്തെ കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോടാ? കരാട്ടയോ? ഇല്ലടാ, അതിനൊന്നും സമയം ഇപ്പൊ കിട്ടണില്ലല്ലോ. ഇവക്ക് കരാട്ടയൊക്കെ അറിയായിരുന്നു. അമ്മക്കറിയോ, പണ്ട് സ്കൂളിലെ ചാമ്പ്യനായിരുന്നു ഇവള്. ഒരു ദിവസം എന്തോ പ്രശ്നത്തിന് കഞ്ഞി ഉണ്ടാക്കണ ചേച്ചിയുണ്ട്. ആ ചേച്ചിനെ നല്ല അലക്കലക്കി. ഓർക്കണുണ്ട് അതൊക്കെ. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നിട്ടാ. അവനും അറിഞ്ഞൂടെന്നാണ് തോന്നണേ. അറിയാമെങ്കിൽ എന്നോട് പറഞ്ഞേനെ. അതെന്താ സുനിധി, നീ ചേട്ടനോട് പറഞ്ഞിട്ടില്ല ഇതൊന്നും? ഓ ഇല്ലടാ, കല്യാണത്തിന് 3-4 കൊല്ലം മുന്നേ നിർത്തിയതല്ലേ, അതുകൊണ്ട് ചേട്ടനെ അറിഞ്ഞൂടാ. എൻ്റെ അമ്മ പണ്ട് തമാശയായിട്ട് പറയുമായിരുന്നു, ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോണ വീട്ടിലെല്ലാവരും ഒന്ന് പേടിക്കണമെന്ന്.
അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോനും കരോട്ടയൊക്കെ അറിയാ. അതൊക്കെ പോട്ടെ, പിള്ളേരൊക്കെ എന്ത് പറയണ്? ഇല്ലടാ, പിള്ളേര് വന്നിട്ടില്ല. അവർക്കിപ്പോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഒറ്റക്ക് നിന്നോളൂ അവിടെ? വലിയ കുട്ടികളായില്ലേ, പിന്നെ ആ രാജ്യത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റെ അനിയത്തി അവിടെ ഉണ്ട്. അപ്പൊ അവളുടെ വീട്ടിലോട്ട് വൈകിട്ട് ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയാ. ആണോ? നിനക്കിവിടെ സുഖമല്ലേ? ആടി സുഖം. സുഖത്തിന് കുറവൊന്നും ഉണ്ടാവൂലല്ല. എൻ്റെ മോൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഇങ്ങോട്ട് അയക്കാണ്. വേണ്ടുവോളം തിന്നാ ഇവിടെ. അങ്ങനെ തിന്നല്ലേന്ന് അങ്ങനെ ഒന്നും നമ്മൾ പറയണ ഒരു അമ്മായിയമ്മയല്ല ഞാൻ. ഇഷ്ടമുള്ള അത്രയും കാലത്തിന് ചോറെടുത്തോളം തിന്നോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അടിപൊളിയായിട്ട് ജീവിക്കല്ലേ, ജീവിക്കട്ടെ. ഓഗസ്റ്റില് റീയൂണിയൻ ഉണ്ടായിരുന്നില്ല, നീ പോയില്ലായിരുന്നല്ലേ? ഇല്ലടി, പോയില്ല. എനിക്ക് അങ്ങനെയൊക്കെ പോവാനായിട്ട് മടിയാണ്. മടിയായിട്ടൊന്നല്ലട്ടാ, കുട്ടമ്മോൻ പറഞ്ഞു പോവണ്ടെന്ന്. ഈ റീയൂണിയനൊക്കെ പോയി കഴിഞ്ഞാലേ പെണ്ണുങ്ങൾ ഒളിച്ചോടി പോവും. അതങ്ങനെ അവൻ പറയുന്നുണ്ടായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇത് ഞാൻ നിനക്ക് കൊണ്ടുവന്നാണ്. എന്നാ അതിൽ കുറച്ച് മിഠായി ഉണ്ട്, അത് മോന് കൊടുക്ക്. ഒരാഴ്ചത്തെ പെട്ടെന്ന് ലീവിന് വന്നായതുകൊണ്ടേ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അയ്യോ അതൊന്നും കുഴപ്പമില്ലടാ, നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലേ, അത് മതി. അല്ല, മോനെ കണ്ടില്ലല്ലോ, അവനെന്തി? അത് അവൻ കളിക്കാൻ പോയേക്കാം. വടക്ക് വശത്തൊരു പാടമുണ്ട്. പിള്ളേരൊക്കെ വൈകുന്നേരം ആവുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോവും. നീ സന്ധ്യയായിട്ട് നോക്കിയാൽ മതി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ അമ്മേ. ഓ ആയിക്കോട്ടെ, ശരി. ആ പെണ്ണ് പറഞ്ഞ പോലെ ശരിക്കും ഇവള് കരാട്ടക്കാരി ആയിരിക്കുമോ? ഒരുപാട് സന്തോഷമായി നീ എന്നെ കാണാൻ വന്നില്ലേ. പക്ഷെ എനിക്ക് നിന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടമാണ് തോന്നിയത്. അവസ്ഥക്ക് എന്താടാ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കണേ. നീ അല്ലെങ്കിലും പണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണോളായിരുന്നല്ലോ. നിന്റെ അമ്മായിമ്മത്തള്ള ഭയങ്കര സാധനമാണല്ലോ. എന്തൊക്കെയാണ് എൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് പറഞ്ഞത്. അതിങ്ങനെ ഓരോന്ന് പറയണമെന്നുള്ളൂ, അല്ലാതെ ഉപദ്രവമൊന്നുമില്ല. വീട്ടിലെല്ലാവരും എന്ത് പറയണ്? ചേട്ടന് രണ്ടാമത് കുഞ്ഞായല്ലേ? ആ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കണ്. ചേട്ടന് രണ്ടാമത് ഇപ്പം മോനാണ്. അവന് 3 വയസ്സാവാറായി. നീ അപ്പോൾ അങ്ങോട്ട് പോകാറില്ലേ? അങ്ങോട്ട് പോണയൊക്കെ കുറവാടാ. അത് ഞങ്ങളങ്ങോട്ട് ചെല്ലുന്നത് ചേട്ടത്തിക്ക് ഇഷ്ടമല്ല. അപ്പം പിന്നെ അവിടെ കിടന്ന് ചേട്ടത്തി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി അമ്മക്ക് പ്രഷറൊക്കെ കൂടും. പണ്ട് അച്ഛൻ പണിയെടുത്തിരുന്ന സമയത്ത് ഞങ്ങൾ പോവുമായിരുന്നു. ഇടയ്ക്ക് പോയിട്ട് ഇതേപോലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോരും വന്നും. പക്ഷേ ചേട്ടത്തി അന്നും കിടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. ഇപ്പം പിന്നെ ചേട്ടനാണ് ചിലവ് നോക്കണേന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ദിവസം ചെന്നിട്ട് ഞങ്ങളെ കണ്ടാൻ ചീത്തയൊക്കെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ പോവാറില്ല. പിന്നെ അമ്മനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ ചേട്ടനും സമ്മതിക്കൂല. നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാണ്, നിനക്ക് സപ്പോർട്ടാണോ? എന്ത് സപ്പോർട്ട്, പ്രേമിച്ചേർന്നിരുന്നപ്പോൾ ഇതുപോലൊരു നല്ല മനുഷ്യൻ ലോകത്തില്ലെന്ന് വിചാരിച്ച്. കല്യാണം കഴിഞ്ഞപ്പോഴേ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. പുള്ളി പക്ക അമ്മ മോനാണ്. അമ്മ പറയണ എന്താണോ അതാണ് വേദവാക്യം. പുള്ളിക്ക് ശരിക്കും അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനും മോനൊക്കെ. ഞങ്ങളോട് ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. ഇപ്പം അമ്മക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മേടിച്ചൊക്കെ തരും. ഇപ്പോൾ കൊച്ചു ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനമൊക്കെ ആണെങ്കിൽ മേടിച്ചു കൊടുക്കും. പിന്നെയും ഞാൻ പറയും ഒന്ന് മേടിച്ചു കൊടുക്ക്, ചെക്കൻ്റെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മേടിച്ചു കൊടുക്കും. പക്ഷേ അമ്മ ആണ് ചെറുപ്പത്തിൽ തുടങ്ങി നോക്കിയതേ. ചേട്ടനും ഒരു ചേച്ചിയും ഒരു അനിയത്തിയാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനിയത്തിക്ക് എത്രയോ 6 മാസം 7 മാസം അങ്ങനെ എന്തോ ഉള്ളപ്പോഴാണ് അച്ഛൻ മരിക്കണത്. അപ്പം അന്ന് തുടങ്ങി നോക്കിയതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ചേട്ടനുണ്ടേ. അപ്പം അതുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ്. നീ പണ്ട് നല്ല ധൈര്യമുള്ള കൊച്ചായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? നമ്മൾ നല്ല സ്റ്റേണായിട്ട് നിന്നാൽ നമ്മളോട് ആരും തല്ലുപിടിക്കാനും ഇതേപോലെയുള്ള വർത്തമാനം പറയാനും വരില്ല. തല്ലുപിടിക്കാൻ വരുന്നതിനൊന്നും കുഴപ്പമില്ലടാ. പക്ഷേ നമ്മുടെ അച്ഛനും അമ്മനെയൊക്കെ ഓരോന്നൊക്കെ പറയണേക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ പിന്നെ കൂടുതലും കാര്യത്തിനൊന്നും പ്രതികരിക്കാറില്ല. പ്രതികരിച്ചാലും ഇവിടുന്ന് ചേട്ടൻ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോവും? വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുമോ? അവിടെ ആങ്ങളെയും ഭാര്യയൊക്കെ, പിന്നെ ആങ്ങളൊക്കെ സ്വസ്ഥതക്കേടാവും. ഞാൻ പിന്നെ ഒന്നും കേൾക്കാത്ത പോലെയൊക്കെ നടക്കും.
പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചില്ല. അപ്പം പിന്നെ ജോലിയൊന്നും കിട്ടൂല. 10ാം ക്ലാസ് പാസ്സാവാത്തവർക്ക് എന്ത് ജോലി കിട്ടാനാണല്ലേ? നീ വിഷമിക്കാതിരി, എന്തേലും വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. വഴി എന്ത് ദൈവം കാണിച്ചു തരാൻ? പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി മേടിച്ചിരുന്നെങ്കിൽ ഇതുപോലെ കിടന്നു കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. സത്യം എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഇത്തിരി കൂടി നന്നായിട്ടൊക്കെ പഠിക്കായിരുന്നു അപ്പം നല്ല ജോലി കിട്ടിയാനേന്ന്. ഇപ്പോഴത്തെ ജോലി കുഴപ്പമില്ല, പക്ഷെ കഷ്ടപ്പാടാണ്. എന്നാലും ഞാൻ കരാട്ടക്കാരിയായിരുന്നു എന്നൊക്കെ അമ്മനോട് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. തള്ള അങ്ങനെയെങ്കിലും ഒന്ന് പേടിച്ചോട്ടെ എന്ന് ഓർത്താൻ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒന്നും പേടിക്കൂലടാ, മുറ്റ സാധനമാണത്. നാത്തൂമാരപ്പോൾ വരാറില്ലേ? വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ച നാത്തൂമാർ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് പോയുള്ളൂ. ഇനിയിപ്പോൾ വെക്കേഷൻ ആവുകയാണല്ലോ, അപ്പോൾ പിന്നെ പിള്ളേർ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവർ ഭർത്താക്കന്മാരുടെ ഒപ്പം ട്രിപ്പ് എന്തെങ്കിലുമൊക്കെ പോവും. പിള്ളേരെ ഞാൻ നോക്കണം. എങ്ങനെ തോന്നണ് അവർക്ക് പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോകാനായിട്ട്? നമ്മൾ നമ്മുടെ പിള്ളേരെ ഒന്നും വേറെ സ്ഥലത്തൊന്നും കൊണ്ടുപോയി ആക്കാറില്ല, അവരും പോയി നിൽക്കാറില്ല കേട്ടാ. എന്തിനാ വെറുതെ? ഞാൻ എൻ്റെ വീട്ടിൽ പോലും അവരെ കൊണ്ടുപോയി അങ്ങനെ നിർത്താറില്ല. പിള്ളേരല്ലേ നിന്നോട്ടെ എന്നൊക്കെ ചേട്ടത്തി പറയും. പിന്നെ വേണ്ട, എന്തിനാണ് വെറുതെ വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഇവിടെ ആണെങ്കിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അങ്ങോട്ട് പോവും. പിന്നെ 2 മാസം ഞാൻ നോക്കണം. എന്നാ നോക്കണേന് കുഴപ്പമില്ല. ഓരോ നേരവും ഓരോ തരം ഭക്ഷണം പിള്ളേർക്ക് വേണം. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി ചില നേരത്തൊക്കെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോവും. അതുപോലെയാണ് പണി. മൂത്ത ചേച്ചിയുടെ 2 മക്കളും 18ഉം 17ഉം വയസ്സായതുങ്ങളാണ്. പക്ഷെ അതുങ്ങൾ പോലും തിന്ന പാത്രം പോലും കഴുകൂല. പിന്നെ അമ്മായി എന്നൊക്കെ വിളിച്ച് വരുമ്പോൾ നമ്മൾ പിന്നെ ചെയ്തു കൊടുക്കും. ഒരാൾക്ക് ചോറ് ചിലപ്പോൾ ഉച്ചക്ക്, ഒരാൾക്ക് ഇറച്ചിച്ചോറ് മതി എന്ന് പറയും, ഒരാൾക്ക് നെയ്ച്ചോറ് മതി എന്ന് പറയും, ഒരാൾക്ക് ചപ്പാത്തി മതി അമ്മായി എന്ന് പറയും. ഇങ്ങനെ പറയണനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചേട്ടനും പിണങ്ങും. ചേട്ടനെ വിളിച്ച അമ്മ പറയും. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും, തിന്നാൻ ഉണ്ടാക്കാനല്ലേ നിന്നെ അവിടെ നിർത്തിയേക്കണേന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു. അതിന് ശേഷം ഞാൻ പിന്നെ എല്ലാം ഉണ്ടാക്കും. പിള്ളേർ രാവിലെ എനിക്ക് ഓർഡർ തരും ഹോട്ടൽ പോലെ, ഞാനതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കും. നിൻ്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ അവരിവിടെ ഒരു പ്രാവശ്യമേ കൊണ്ടുവന്നാക്കിയിട്ട് പോവുള്ളൂ. പിന്നെ കൊണ്ടുവന്നാക്കാൻ നിൽക്കൂല. ഞാൻ നല്ല വർത്താനം പറഞ്ഞു കൊടുത്തേനെ. നീ പാവണമെന്ന് അവർക്കറിയാം, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അങ്ങോട്ട് പോണത്. എന്നാലും നിനക്ക് റീയൂണിയന് പോയായിരുന്നടി, എല്ലാവരെയും കാണാമായിരുന്നല്ല. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും പോയേനെ. റീയൂണിയന് പോകാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നടാ, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അമ്മ ഏതോ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് റീയൂണിയന് പോണ പെണ്ണുങ്ങളൊക്കെ ഒളിച്ചോടി പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ചേട്ടനോട് എന്തൊക്കെയോ. ചേട്ടന് പിന്നെ ഫേസ്ബുക്ക് ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടൻ അതല്ലേ വിശ്വസിക്കുകയുള്ളൂ. എന്നോട് പോകണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാം ശരിയാവൂടി? ശരിയാവുമായിരിക്കും. ഞാനിപ്പോൾ ഈ കുടുംബശ്രീ വഴി തയ്യൽ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പം അതിന് പോവും 1 മണിക്കൂർ. അതിന് തന്നെ ഇവിടെ അംഗം വെട്ടാണ്, എന്നാലും ഞാൻ പോവും. എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ പഠിച്ചാൽ നമുക്കിവിടെ ഇരുന്ന് ആരുടെയെങ്കിലുമൊക്കെ സൈഡെങ്കിലും അടിച്ചു കൊടുത്താലേ ഒരു 50 രൂപയെങ്കിലും മേടിക്കാമല്ലോ, പൈസ ഉണ്ടാവുമല്ലോ. അതാണ് പോണം. അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും തുടങ്ങണേ നല്ലത്. 10ൻ്റെ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. എന്നാ ഞാൻ പോട്ടെ. ശരി. ചില പെൺകുട്ടികളുടെ ജീവിതം സ്വന്തം സ്വപ്നങ്ങൾ അടച്ചു വെച്ച് മറ്റുള്ളവരുടെ സന്തോഷം കാത്തു സൂക്ഷിക്കുന്ന ഒരു മൗന യുദ്ധമാണ്.